بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا اللهم صل وسلم وبارك على حبيبك العظم وعلى آل وأصحاب حبيبك العظم بعدد كل معلوم لك. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, മൗലിദുൽ ഹുസ്നൈനിയുടെ 21-ാമത്തെ അധ്യായത്തിലാണ് നാം ഉള്ളത്. പ്രവാചക ദർശനത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. സ്വപ്നത്തിലും ഉണർവിലുമുള്ള പ്രവാചക ദർശനം, അതിനെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച് തുടങ്ങിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ രൂപം തന്നെ കാണേണ്ടതുണ്ടോ? എന്നാൽ മാത്രമേ തിരുനബിയെ ആണ് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചത് എന്ന് പറയാൻ പറ്റൂ. അതോ കാണുന്ന വ്യക്തിക്ക് സ്വപ്നത്തിൽ വിശ്വാസം വന്നു, ഞാൻ തിരുനബിയെയാണ് കാണുന്നത്, പക്ഷേ ഉണർന്നതിന് ശേഷം ആലോചിക്കുമ്പോൾ തിരുനബിക്ക് പറയപ്പെട്ട വിശേഷണങ്ങളോ രൂപമോ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ ആ വ്യക്തിക്ക് ഞാൻ തിരുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ചർച്ച നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം തിരുനബിയെ കണ്ടു എന്ന് രണ്ട് രൂപത്തിലും പറയാൻ പറ്റും. രണ്ടാമത്തെ രൂപത്തിൽ തിരുനബിയെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒറ്റപ്പെട്ട അഭിപ്രായക്കാരുണ്ട്. ആ അഭിപ്രായം ഒരിക്കലും സ്വീകാര്യമല്ല, അത് വളരെ ബലഹീനമാണെന്ന് നാം വിവരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർ വിവരണമാണ് ഇനി വരുന്നത്. വൽ ഹഖു കമാ ഖാലഹു ജംഉൻ അന്നഹു ലൈസ ഹുനാ ഖൗലാനി മുതനാഫിയാൻ ഫറുഇയാഹു ഫി സൂറത്തിൽ മഅറൂഫ ലാ തഹ്താജു ഇലാ തഅബീരിൻ ഫലാ റംസ ഫീഹാ വലാ കിത്മാൻ വറുഇയാഹു ഫി ഗൈരിഹാ തഹ്താജു ഇലാ തഅബീരിൻ വഹിയ റംസുൻ കാൻ. വൽ ഹഖു സത്യം എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിനെതിരിൽ പറയുന്നത്, എതിരുള്ള അഭിപ്രായം, അത് അസത്യമാണ് എന്നാണ് അതിൻ്റെ സൂചന. കമാ ഖാലഹു ജംഉൻ, ഈ പറയാൻ പോകുന്ന സത്യമായ ആശയം, ആദർശം ഒരു പറ്റം പണ്ഡിതർ വിവരിച്ച വിഷയമാണ്. അന്നഹു ലൈസ ഹുനാ ഖൗലാനി മുതനാഫിയാൻ, ഇവിടെ പരസ്പരം വിരുദ്ധമായ രണ്ട് അഭിപ്രായങ്ങൾ ഇല്ല എന്ന് വേണം പറയാൻ. ബാഹ്യത്തിൽ പരസ്പരം വൈരുദ്ധ്യം തോന്നിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ട്, പക്ഷേ വലിയ പണ്ഡിതർ പരസ്പരം വൈരുദ്ധ്യം തോന്നിപ്പിക്കുന്ന സംസാരങ്ങൾ സംസാരിച്ചാൽ മറ്റുള്ളവർ അതിനെ അവർക്കിടയിൽ തർക്കമില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് അഭികാമ്യം എന്ന് ഇമാമിങ്ങൾ പണ്ഡിതർ പല സ്ഥലങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. ഇവിഷയത്തിലും അങ്ങനെ വിവരിച്ചതായി കാണാം. ഉദാഹരണമായി ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു, ഇമാം സുയൂത്തി, അതുപോലെയുള്ള ധാരാളം ഇമാമിങ്ങൾ പറഞ്ഞു,
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിൽ കാണപ്പെട്ടാലും ആരിഫീങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണ്. കാലഘട്ടത്തിൻ്റെ ഗൗസായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ വിവരിച്ചു. ഇനിയും ആ വിഷയം വരുന്നുണ്ട്, അവരുടെ പ്രസ്താവന വരുന്നുണ്ട്. ഏത് രൂപത്തിൽ കണ്ടാലും ഏത് നിറത്തിൽ കണ്ടാലും അതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് ഒരു പറ്റം ഇമാമിയങ്ങൾ പറയുമ്പോൾ ഇത് അഭിപ്രായത്തോട് വൈരുദ്ധ്യം തോന്നിപ്പിക്കുന്ന ഒരഭിപ്രായം ഇമാം ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ ഇബ്നു സീരീൻ അൽ ബസരി റളിയല്ലാഹു അൻഹു, അവർ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്, കിബാറു താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. സ്വഹാബത്തിൻ്റെ കൂടെ കുറേ സഹവസിച്ച താബിഈങ്ങളിൽ പ്രമുഖരിൽപ്പെട്ട വ്യക്തിയാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ച. ഹസൻ ബസ്രി വലിയ പണ്ഡിതനും ഇമാമുമാണല്ലോ, സൂഫിയുമാണല്ലോ. അവർ വഫാത്തായി 100 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇമാം ഇബ്നു സീരീൻ അൽ ബസ്രി, ഹസൻ ബസ്രി തങ്ങളുടെ നാട്ടുകാരനായ ഇബ്നു സീരീൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹിജ്റ 110 വഫാത്താവുന്നത്. അവർ തഫ്സീറിലും ഹദീസിലും സ്വപ്ന വ്യാഖ്യാനത്തിലുമെല്ലാം സുപ്രസിദ്ധരായ പണ്ഡിതനാണ് ഇബ്നു സീരീൻ തങ്ങൾ. അവർ പറഞ്ഞതായി ഫതുഹുൽ ബാരിയിലും പലയിടത്തും കാണാം. അവരുടെ അടുത്ത് പലരും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിക്കാൻ വേണ്ടി വരാറുണ്ട്. അങ്ങനെ പലരും വന്ന് പറയും, ഞാൻ തിരുനബിയെ സ്വപ്നം കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നൊരു പതിവുണ്ട് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നു. നീ എന്താ കണ്ടത്, ഏത് രൂപത്തിലാണ് കണ്ടത്? അത് ചോദിക്കുമ്പോൾ ആ കണ്ട വ്യക്തി, ഞാൻ തിരുനബിയെ ഇബ്നു സീരീൻ തങ്ങൾ മനസ്സിലാക്കിയ ആ രൂപം. ഇബ്നു സീരീൻ തങ്ങൾ താബിഈ ആയതുകൊണ്ട് ഷമായിലുകളൊക്കെ, തിരുനബിക്ക് പറയപ്പെട്ട സവിശേഷതകളൊക്കെ വ്യക്തമായി അറിയുന്ന ആളായിരിക്കും. മാത്രമല്ല ഒരു പക്ഷേ തിരുനബിയെ സ്വപ്നത്തിലോ ഉണർവിലൊക്കെ വഫാത്തിന് ശേഷം കാണാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ മഹാനായിരിക്കും. അപ്പോൾ അവർ മുത്തനബിക്ക് അവർ മനസ്സിലാക്കിയ യഥാർത്ഥ രൂപം, ഷമായിലൊക്കെ പറയുന്ന ആ രൂപം, ഹദീസിലൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ആ രൂപം, ആ രൂപത്തിലല്ല സ്വപ്നം കണ്ടത് എങ്കിൽ ഈ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ വ്യക്തിയോട് പറയും, മാ റഅയ്തഹു, നീ കണ്ടിട്ടില്ല എന്ന് പറയും, നീ മുത്തനബിനെ കണ്ടിട്ടില്ല എന്ന് പറയും. അല്ല, ആ വ്യക്തി വന്ന് പറഞ്ഞത് ഇബ്നു സീരീൻ തങ്ങൾ മനസ്സിലാക്കിയ അതേ രൂപത്തിലാണ്, നബി തങ്ങളെ മനസ്സിലാക്കിയ ആ രൂപത്തിലാണ് കണ്ടത് എങ്കിൽ നീ കണ്ടത് മുത്തനബിനെ തന്നെയാണ് എന്ന് പറയും. ഇങ്ങനൊരു ശൈലി ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് കാണാം. അതും ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതും ആരിഫീങ്ങളൊക്കെ പറഞ്ഞതും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞുകൂടാ. കാരണം ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞതിൻ്റെ വിവക്ഷ അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഞാൻ ഈ വായിച്ച പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ വിവക്ഷ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷമായിലിൽ തിരുനബിക്ക് വിശേഷണങ്ങളൊക്കെ, തിരുനബിയുടെ ആകാരങ്ങളും രൂപങ്ങളൊക്കെ വിവരിക്കുന്ന ഹദീസിൽ പറഞ്ഞ അതേ രൂപത്തിൽ നിറത്തിലും തിരുനബിയെ ഒരാൾ കണ്ടാൽ അതാണ് തിരുനബിയുടെ കണ്ടു എന്ന് ശരിക്കിന് പറയാൻ പറ്റുന്ന സാക്ഷാൽ ദർശനം. സാക്ഷാൽ ദർശനം എന്ന് പറഞ്ഞാൽ ആ ദർശനത്തിന് പിന്നെ ഒരു വിവരണം നൽകേണ്ടിയില്ല, വ്യാഖ്യാനം നൽകേണ്ടതില്ല. ആ കാഴ്ചയിൽ എന്താണോ തിരുനബി സംസാരിച്ചത്, എന്താണോ തിരുനബി ചെയ്തത്, അതൊക്കെ സത്യമാണ്. അത് അത്ര തന്നെ ആ സ്വപ്നത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പം അത് ആ വ്യക്തിക്ക് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും കണ്ടു, ദർശിച്ചു, സ്വപ്നം ദർശിച്ചു എന്ന് പറയാൻ പറ്റും. അതാണ് സാക്ഷാൽ സ്വപ്ന ദർശനം. ഇനി തിരുനബിയെ ആ രൂപത്തിലല്ലാതെ കറുത്ത രൂപത്തിലോ കൂടുതൽ നീളമുള്ള രൂപത്തിലോ അല്ലെങ്കിൽ കുള്ളനായിട്ടോ ഒക്കെ കണ്ടാൽ, യഥാർത്ഥ രൂപത്തിലല്ലാതെ കണ്ടാൽ, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനത്തിൽ സൂചക ദർശനം എന്ന് അതിന് പറയാം. സൂചക ദർശനം എന്ന് പറഞ്ഞാൽ ആ ദർശനത്തിൽ കാണുന്ന വ്യക്തിയുടെ ന്യൂനതയാണ് തിരുനബിയെ കണ്ട ആ ദർശനത്തിൽ നിയലിക്കുന്നത്.
അപ്പോൾ കാണുന്ന വ്യക്തി പലതും തിരുത്തേണ്ടതുണ്ട് എന്നുള്ള സൂചനകൾ, കാണുന്ന വ്യക്തിക്ക് പല സൂചക നിർദ്ദേശങ്ങളും നൽകാനാണ് യഥാർത്ഥ രൂപത്തിലല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. നൂറ് ഇല്ലാതെ കറുത്ത രൂപത്തിലൊക്കെ കണ്ടാൽ ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം നീ സുന്നത്തിനോട് അനുകരിച്ചു കൊണ്ട് ആത്മീയ നൂറ് ഉള്ള ആൾ ആവേണ്ടതുണ്ട്, അപ്പോഴേ എന്നെ നൂറോടുകൂടെ കാണൂ എന്നുള്ള സൂചനയായിരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ രൂപത്തിലല്ലാതെ ഒരാൾ വന്ന് പറഞ്ഞാൽ പറയും കണ്ടിട്ടില്ല എന്ന് പറയും. അതിൻ്റെ അർത്ഥം യഥാർത്ഥ രൂപത്തിൽ സാക്ഷാൽ കാഴ്ച ആയിട്ടില്ല മോനെ, സാക്ഷാൽ ദർശനമായിട്ടില്ല. തിരുനബിയെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനും അതൊരു കടമ്പയാണ്. മുഅ്മിനീങ്ങൾക്കൊക്കെ മുത്തനബിനെ ഞാനൊന്ന് കാണാത്ത മുത്തനബിയെ ഞാൻ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, ഫസയറാനി യഖളതൻ, തിരുനബിയെ ഞാനൊന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ആ കടമ്പ കഴിഞ്ഞാൽ എന്തായാലും പിന്നെ എന്നെ ഉണർവിൽ കാണും, ഹുസ്നുൽ ഖാത്തിമ ഉറപ്പാ. അപ്പം അങ്ങനെയുള്ള സാക്ഷാൽ ദർശനമായിട്ടില്ല, യഥാർത്ഥ രൂപത്തിലല്ലാതെ കണ്ടതും തിരുനബിയെ തന്നെയാണ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതിനിപ്പോൾ ഇബ്നു സീരീൻ തങ്ങൾക്കും എതിർപ്പില്ല, തിരുനബിയെ തന്നെയാണ്. പക്ഷെ തിരുനബിയെ കണ്ടത് അത് ഖയാലിലാണ് കണ്ടിട്ടുള്ളത്. തിരുനബി ഒരു സൂചക നിർദ്ദേശം നൽകാൻ വേണ്ടി മറ്റൊരു രൂപം സ്വീകരിച്ച് അത് ഒരു ഖയാൽ എന്ന് പറയാം, നിൻ്റെ സാങ്കല്പിക രീതിയിലാണ്, രൂപത്തിലാണ് നിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ സാക്ഷാൽ രൂപമായിട്ടില്ല. തിരുനബിയെ കണ്ടു എന്ന് പറയുമ്പോൾ തിരുനബിയെ കുറിച്ച് തിരുനബിയെ നടക്കുന്നത് കണ്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ നടത്താം? തിരുനബിയുടെ നടത്തം കണ്ടാൽ സുബ്ഹാന ജല്ല, എന്ത് ഭംഗിയുള്ള നടത്താനാണ് കണ്ടവർ പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തം. അപ്പോൾ തിരുനബിയുടെ നടത്തം കണ്ടു, തിരുനബി നടന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് ചിലർ പറയൂ. തിരുനബി നടന്നു പോകുന്നത് എങ്ങനെ? തിരുനബിയുടെ നടത്തം തിരുനബിക്കനെ നടക്കാൻ കഴിയൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ തിരുനബിയുടെ നടത്തം കിട്ടിയ ആൾ. ഔലിയാക്കന്മാർക്ക് കഴിയൂ തിരുനബിയുടെ നടത്തം നടക്കാൻ. അങ്ങ് അത്രയും വലിയ ഭംഗിയുള്ള നടത്തമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം. ഒരാൾ സാധാരണ ഒരു നടത്തം നടക്കണമാതിരി തിരുനബിയെ കണ്ടു. അപ്പോൾ തിരുനബിയെ കണ്ടു എന്ന് പറയാനായോ? തിരുനബി തന്നെയാണ് കണ്ടത്, പക്ഷെ അതൊരു സാങ്കല്പികമായ കാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. തിരുനബിയെ കണ്ടു എന്ന് പറഞ്ഞാൽ തിരുനബിയുടെ ആ നടത്തം എനിക്ക് തിരിയണ്ടേ. ഞാൻ തിരുനബിയുടെ രൂപം നല്ല ഭംഗിയിൽ കണ്ടു എന്ന് അറിയും ചിലർ. ഭംഗിയിൽ കണ്ടു എന്ന് പറഞ്ഞാൽ തിരുനബിയുടെ നിറം എങ്ങനെ? ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. ആ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്നെ എത്ര സൈസ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം ഉണ്ട്, അതിൽ ഏത് ഡോസാണ് അത് തിരിച്ചറിയാൻ കഴിയണ്ടേ? ആ നിറം നമ്മൾ ആരും കാണുന്ന നിറമല്ല, മനുഷ്യന്മാർക്ക് ആർക്കും കാണുന്ന നിറമല്ല, അത് അത്രയും ഭംഗിയുള്ള നിറമാണ്. അപ്പം ആ നിറം സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുമ്പോഴാണ് തിരുനബിയെ ശരിക്കും കണ്ടു എന്ന് പറയാൻ പറ്റുക. അപ്പം ജനങ്ങളോട് ഇബ്നു സീരീൻ തങ്ങൾ പറയുക, കോലം പോലെ തന്നെ കണ്ടാൽ അത് ശരിക്കും നബി തങ്ങളെ കണ്ടു എന്ന് പറയും, അല്ലാതെ കണ്ടാൽ കണ്ടിട്ടില്ല എന്നും പറയും. എൻ്റെ സൂചക ഭാഷ പിന്നീട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഏത് സ്വപ്നത്തിനും ഒരു അർത്ഥമുണ്ട്. ഇബ്നു സീരീൻ തങ്ങളുടെ അടുത്ത് എന്ത് സ്വപ്നം എന്ന് പറഞ്ഞാലും അവരതിന് അർത്ഥം പറഞ്ഞു കൊടുക്കും. അപ്പം അതാണ് ആ പറഞ്ഞതിൻ്റെ വിവക്ഷ. എന്നല്ലാതെ തിരുനബിയുടെ തനതായ രൂപത്തിൽ അല്ലാതെ കാണുന്നത് തിരുനബി അല്ല ഒരിക്കലും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാകില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരൊന്നും അങ്ങനെ പറയൂല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇമാം നവവിയും ആരിഫീങ്ങളൊക്കെ ഏത് രൂപത്തിലും കാണാമെന്ന് പറഞ്ഞത്. പിന്നെ കാണുന്ന വ്യക്തി മുത്തനബിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ ഒരു പക്ഷേ കണ്ട വ്യക്തിക്ക് പിന്നെ ഉണർന്ന ശേഷം, ഇയാളെ ന്യൂനത ഉണ്ടായതുകൊണ്ട് ആയിക്കൊള്ളൊന്നുമില്ല, ഉണർന്ന ശേഷം പിന്നെ ഈ കണ്ട വ്യക്തിക്ക് മുത്തനബിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ കണ്ട വ്യക്തി ഇഷ്കിലും മഹബത്തിലും മുഴുകി അദ്ദേഹത്തിൻ്റെ ജീവിതം താറുമാറായി ഒരു പക്ഷേ അദ്ദേഹം മരിക്കാൻ വരെ സാധ്യതയുള്ള ആളുകളും ഉണ്ടാവും. മനുഷ്യന്മാർ പല ഡോസാണ് ഇഷ്കിലും മഹബത്തിലും. ഇഷ്കിൻ്റെ മഹബത്തിന് കാലം കഴിഞ്ഞു പോയി എന്ന് പറയുന്നത് ഇഷ്കും മഹബത്തും തീരെ അനുഭവിക്കാത്ത, തീരെ അറിയാത്ത ആളുകളാണ് ഇഷ്കും മഹബത്തും കഴിഞ്ഞു പോയി എന്ന് പറയുന്നത്. അവർക്കത് എന്താ ഇഷ്ക് മഹബത്ത് തിരിഞ്ഞിട്ടില്ല, തിരിയാൻ ശ്രമിക്കുന്നുമില്ല എന്നർത്ഥം. ഇഷ്കും മഹബത്തും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിന് വലിയ ആവണമെന്നില്ല, ആലിമാവണമെന്നില്ല,
തൗഫീഖുള്ള മുഅ്മിനായാൽ മതി. ഇഷ്കും മഹബത്തുള്ള ആളുകൾ, അത് ആണായാലും പെണ്ണായാലും, മുത്തനബിനോടുള്ള ഇഷ്കും ഈമാനും ഇഷ്കുള്ള ആളുകൾക്ക് പല ഡോസാണ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുന്നതിലും കണ്ടാലുള്ള അനുഭവത്തിലുമൊക്കെ. ഒരു പക്ഷേ അങ്ങനെ കണ്ടാൽ, ഇപ്പോൾ ഉദാഹരണമായി ഭർത്താവും മക്കളുള്ള ഒരു സഹോദരി മുത്തനബിന് യഥാർത്ഥ രൂപത്തിൽ കണ്ട വലിയ മഹബത്തുള്ള സഹോദരി ഞാൻ സങ്കല്പിക്കുക. യഥാർത്ഥ രൂപത്തിൽ കണ്ട് ഉണർന്നതിന് ശേഷം പിന്നെ ആ സഹോദരി ഭർത്താവിനെ തിരസ്കരിക്കും, ഭർത്താവിനെ ഒഴിവാക്കും. മക്കളെ നോക്കാൻ ആ സഹോദരൻ്റെ ഒരു പക്ഷേ കിട്ടൂല. ഇഷ്കും മഹബത്തും അങ്ങ് വർദ്ധിച്ച് പിന്നെ ആ സഹോദരിക്ക് അറിഞ്ഞിരിക്കും എനിക്കിനി ജീവിക്കണ്ട എന്ന് പറയും, എനിക്കിനി മുത്തനബിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടാൽ മതി എന്ന് പറയും. വലിയ ആലിമായിരുന്നില്ലേ ആര്? നമ്മളെ നുബാത്തി ഖുതുബ എഴുതിയ ഇബ്നു നുബാത്ത അൽ മിസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ സാഹിത്യകാരനും വലിയ ആലിമുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. ഖബറിനെ കുറിച്ച് അദ്ദേഹം വിവരിച്ച നുബാത്തി ഖുതുബയിൽ വെള്ളിയാഴ്ച നമ്മളെ മലബാറിലൊക്കെ എല്ലാ പള്ളികളിലും ഓതുന്ന ഖുതുബയുടെ കിതാബ് എഴുതിയ മഹാനാണ് ഇബ്നു നുബാത്തത്തുൽ മിസ്രി. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ ഖബറാളികളെ കുറിച്ച് പറഞ്ഞത്? അപ്പോൾ സ്വപ്നത്തിൽ ആ ഭാഗം ഇങ്ങനെ ഓതി കേൾപ്പിച്ചു മുത്തനബിക്ക്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായയിൽ തുപ്പിക്കൊടുത്തു. വായ തുറക്കാൻ പറഞ്ഞു, വായയിൽ തുപ്പി. സ്വപ്നത്തിൽ ഉണർന്നു നോക്കുമ്പോൾ മുത്തനബിയുടെ വലിയ സുഗന്ധം, അദ്ദേഹത്തിൻ്റെ വായയിലും റൂമിലൊക്കെ സുഗന്ധം. അദ്ദേഹം ശാഠ്യം പിടിച്ചു, മുത്തനബിയുടെ ഉമനീരുണ്ടായതുകൊണ്ട് എൻ്റെ വായയിൽ ഈ സുഗന്ധം വരുന്നത്, ഈ വായയിൽ ഞാൻ വെള്ളവും ഭക്ഷണവും ഞാനിഞ്ഞ് വെക്കൂല എന്നാണ്. അങ്ങനെ അദ്ദേഹം മഹബത്താണ്, അത് ഹറാമായി പോകൂലേ, ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ആത്മഹത്യയായി പോകൂലേ എന്ന് ചോദിക്കരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീര് തട്ടിയ വായയിൽ ഇനി ഞാൻ വെള്ളവും ദുനിയാവിൻ്റെ വെള്ളവും ഭക്ഷണമൊന്നും ഞാൻ വെക്കൂല എന്നാണ്. അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി, വഫാത്തായി. അപ്പം അതാണ് ചില ആളുകളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനൊക്കെ കപ്പാസിറ്റി ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരടുത്ത് സ്വപ്നത്തിൽ വരുന്നത് സമ്പൂർണ്ണ രൂപത്തിൽ ആവുകയില്ല. ഏതായാലും ഏതു രൂപത്തിൽ വന്നാലും മുത്തനബിയാണ് എന്ന് ബോധ്യപ്പെട്ടോ നൂറുദ്ദീൻ സംഹൂദി, അല്ലാമ നൂറുദ്ദീൻ സംഹൂദി അഷ്ശാഫിഈ അദ്ദേഹത്തിൻ്റെ നസീഹത്തുൽ ലബീബ് എന്ന് പറഞ്ഞ ഈ കിതാബിൽ പറയുന്നുണ്ട്, നാം എപ്പോഴും പറയാറുള്ള ഒരു വിഷയം, സ്വപ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ തിരിയുക? സ്വപ്നം മുത്തനബിനെയാണ് തിരിയണമെങ്കിൽ സ്വഹാബി ആവണ്ടേ, മുത്തനബിനെ പറ്റി പഠിച്ച ആളാവണ്ടേ എന്ന് ചിലർക്ക് ചോദ്യം വരും. അത് വാസ്തവത്തിൽ മർആനി, എന്നെ ഒരാൾ ഫിൽ മനാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ, ഈ കാഴ്ച എന്നെ കണ്ടു എന്ന് പറയണമെങ്കിൽ, ഞാൻ നബിത്തങ്ങളെയാണ് കണ്ടത് എന്ന് പറയണമെങ്കിൽ നബിത്തങ്ങളെ കുറിച്ച് അറിയണ്ടേ എന്നാ ചോദ്യം. ആ രണ്ട് കാഴ്ച അവിടെ കൺഫ്യൂഷനായി പോയതാണ്. ഉണർവിലുള്ള കാഴ്ച, കണ്ണുകൊണ്ട് ഉണർവിലുള്ള കാഴ്ച, സ്വപ്നം കാണുന്നത് കണ്ണുകൊണ്ടല്ല, ഉണർവിൽ കണ്ണുകൊണ്ടുള്ള കാഴ്ച. ആ കാഴ്ച ഒരാളെ തിരിയണമെങ്കിൽ അദ്ദേഹത്തെ പറ്റി നന്നായി ഒരിക്കൽ കണ്ട ആളോ, അല്ലെങ്കിൽ ഫോട്ടോ കണ്ട, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഫോട്ടോ കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ശരിക്കും കണ്ട് അനുഭവിക്കുന്നത് പോലെ ഒരാൾ വർണ്ണിച്ചു തന്നു. മുത്തനബിനെ പറ്റി അങ്ങനെ വർണ്ണിച്ചിട്ടുള്ളൂ ലോകത്ത്, അങ്ങനെ വർണ്ണിച്ചു തന്നു. അപ്പോൾ ആ രൂപം ശരിക്കും നമ്മളെ മുമ്പിൽ മനസ്സിലുണ്ട്. അങ്ങനത്തെ വ്യക്തിക്ക് മാത്രമേ ഉണർവിൽ ഒരാളെ കാണുമ്പോൾ ഇത് അദ്ദേഹമാണ് എന്ന് പറയാൻ പറ്റൂ. അങ്ങനെയാണല്ലോ ജൂതന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അവരെ മക്കളെക്കാൾ നബി തങ്ങളെ അറിയുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അല്ലാഹു തആല മുത്തനബി അങ്ങനെ വിശേഷിപ്പിച്ചു അവരെ ഗ്രന്ഥങ്ങളിലൊക്കെ. അപ്പോൾ ഉണർവിൽ കാണുമ്പോഴാണ് ഒരു വ്യക്തിയെ തിരിയണമെങ്കിൽ, ബോധ്യപ്പെടണമെങ്കിൽ ഒന്നിരിക്കല്ല കാണുന്ന വ്യക്തി അദ്ദേഹത്തെ ഒരിക്കൽ കണ്ട ആളായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോട്ടോ കണ്ടിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കണ്ടതുപോലെ അറിഞ്ഞിരിക്കണം. ആ വിശേഷണങ്ങളൊക്കെ മുഖത്തുണ്ട്, അപ്പോൾ അദ്ദേഹത്തെ തിരിയുള്ളൂ. ഇത് ഉണർവാ. ഇത് സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ കൺഫ്യൂഷനാണ്. ഇത് സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. സ്വപ്നം അങ്ങനെയല്ല. ആ സ്വപ്നത്തെക്കുറിച്ച് തിരിയാത്തവരാ, ചിന്തിക്കാത്തവരാണ്. തിരിയാത്തത് കൊണ്ടല്ല, ചിന്ത തീരെ ഉപയോഗിക്കുന്നില്ല.
സ്വപ്നത്തിൽ എങ്ങനെ ഒരാളെ കണ്ടാൽ തിരിയുക? അത് സ്വപ്നത്തിലാണ്, ബോധ്യപ്പെടലാണ്. ഉണർന്നാൽ ചിലപ്പോൾ ആ ബോധ്യപ്പെടൽ ഇല്ലാതാവും. സ്വപ്നം ഒരാൾക്ക് കാണുമ്പോൾ ആ കാണുന്ന വ്യക്തിയെ അമേരിക്കൻ പ്രസിഡന്റിനെ തീരെ ഒരാൾ കണ്ടിട്ടില്ലെങ്കിലും ഒരാൾക്ക് സ്വപ്നം കാണാം, ഒരാ വ്യക്തിയെ എങ്ങനെ കണ്ടു, ഇത് അമേരിക്കൻ പ്രസിഡന്റിനെ ഞാൻ കാണുന്നത് എന്ന് തോന്നും. സ്വപ്നത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കലാണ്. ഉണർന്നാൽ പിന്നെ ചിലപ്പോൾ അത് തെറ്റായിരിക്കും ചിലപ്പോൾ, പക്ഷെ സ്വപ്നത്തിൽ അങ്ങനെ വരും. എന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരെ കാണാത്ത വ്യക്തി മുമ്പിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടുന്ന സ്വപ്നത്തിൽ, സ്വപ്നം കാണുന്ന വ്യക്തിക്ക് തോന്നുകയാണ് ഞാൻ തിരുനബിയെ കാണുന്നത് എന്ന് ബോധ്യപ്പെടാനുള്ള സംശയമൊന്നും വരുന്നില്ല. തിരുനബിയെ എന്ന് ബോധ്യപ്പെട്ടു, സ്വപ്നത്തിൽ അങ്ങനെ വിശ്വാസം വന്നു. അങ്ങനെ വിശ്വാസം വന്നാൽ ഇതാ പറയുന്നത് നൂറുദ്ദീൻ സംഹൂരി, മൻ തഅല്ലഖതു റുയാഹു ഹത്ത അഅതഖദ, ഒരാളെ സ്വപ്നം അങ്ങ് സംഭവിച്ചു, അവൻ അങ്ങ് വിശ്വസിച്ചു ഞാൻ നബി തങ്ങളെയാണ് കാണുന്നത്, ഫഹിയ റുയ സ്വഹീഹത്തുൻ, അത് ശരിയായ സ്വപ്നാണ്. അപ്പം അങ്ങനെ വിശ്വാസം വരലാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നത്തിന് ഏത് ആവശ്യമില്ല. സ്വപ്നത്തിൽ ഒരാളെ കണ്ട് ബോധ്യപ്പെടാൻ നേരത്തെ കണ്ടുവെക്കണമെന്നില്ല. തീരെ കാണാത്തത് കാണും, തീരെ ചെയ്യാത്തത് സ്വപ്നത്തിൽ ചെയ്യും, തീരെ ഉണർവിൽ ചെയ്യാൻ സാധിക്കാത്തത് വരെ പറക്കുക, ഓടുക, ഡ്രൈവ് ചെയ്യാൻ കഴിയാത്ത ഡ്രൈവ് ചെയ്യുന്നതൊക്കെ സ്വപ്നത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ സ്വപ്നത്തിന് ആ നിയമം ബാധകമല്ല. അതുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നു ലൈസ ഹുനാ ഖൗലാനി മുതനാഫിയ, ഇവിടെ പരസ്പരം വിരുദ്ധമായ രണ്ട് അഭിപ്രായങ്ങളില്ല. എന്തുകൊണ്ട്? ഫറുയാഹു ഫി സൂറത്തിഹിൽ മഅറൂഫ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയപ്പെട്ട അതേ രൂപത്തിൽ നബി തങ്ങളെ കണ്ടാൽ ലാ തഹ്താജു ഇലാ തഅബീർ, അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അത് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ലാത്ത സാക്ഷാൽ പ്രവാചക ദർശനമാണ്. ഫലാ റംസ ഫിഹ, അതിൽ സൂചക ഭാഷയില്ല, വലാ കിത്മാൻ, അതിൽ മറച്ചു പറയലുമില്ല. അതേ സമയത്ത് യഥാർത്ഥ രൂപത്തിലല്ലാതെ കാണുമ്പോൾ അതിൽ സൂചക ഭാഷയുണ്ട്, മറച്ചു പറയലുണ്ട്. റുയാഹു ഫി ഗൈരിഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയപ്പെട്ട രൂപത്തിലല്ലാതെ ദർശിക്കപ്പെടൽ, സ്വപ്നത്തിൽ ദർശിക്കപ്പെടൽ തഹ്താജു ഇലാ തഅബീർ, അത് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുള്ള ദർശനമാണ്. വഹിയ റംസുൻ, സൂചക ഭാഷയാണ്. കാനിൻ, അത് മറച്ചു പറയുന്ന ഭാഷയുമാണ്. അതുകൊണ്ട് വിവരമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാഖ്യാനം എന്തെന്ന് ആവശ്യപ്പെടണം. അല്ലെങ്കിൽ കാണുന്ന വ്യക്തിക്ക് തന്നെ കുറച്ചൊക്കെ തൻ്റെ ഇടവും വിശുദ്ധിയൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ അനക്കങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ബോധമുള്ള ആളാണെങ്കിൽ എന്താണ് ഇപ്പം ഞാനത് കാണാൻ കാരണം, ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാവും ഞാൻ അങ്ങനെ ആ രൂപത്തിൽ കാണാൻ ഇന്നതാണ് കാരണം എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് ചെന്നിട്ട്, ഒരു ആലിമിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചാൽ ആ ആലിമ് ജീവിതത്തെക്കുറിച്ചൊന്ന് എന്താ ഇങ്ങനെയൊക്കെ ജീവിതം എന്ന് പഠിക്കും. അപ്പോഴും അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അല്ലാതെ കണ്ട വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് തീരെ പരിചയമില്ലാത്ത ഒരു ആലിമായിട്ടും കാര്യമില്ല. അങ്ങനത്തെ ആലിമിനോട് ഒരു പക്ഷേ ആ സ്വപ്നം വിവരിച്ചാൽ ആ ആലിമിന് അതിൻ്റെ വ്യാഖ്യാനം പറയാൻ സാധിച്ചോളണമെന്നില്ല. ഫലൈസൽ മുറാദു ഫി ഹാദിഹി ഐനഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിലല്ലാതെ കണ്ട ആ രൂപത്തിൽ കണ്ടത് അവിടെ വിവക്ഷ, ലൈസൽ മുറാദു ഫി ഹാദിഹി, ഈ രൂപത്തിൽ വിവക്ഷ ഐനഹ, ആ ദർശനത്തിൻ്റെ അതേ രൂപം, അതേ കണ്ട അതേ രീതിയല്ല, രൂപമല്ല അവിടെ ഉദ്ദേശ്യം. മുത്തനബി കറുത്ത ആളാണ് എന്നല്ല ഉദ്ദേശ്യം, മുത്തനബി കുറേ നീണ്ട ആളാണ് എന്നല്ല ഉദ്ദേശ്യം. പിന്നെ എന്താണ്? ബൽ ഈമാഅത്തുൻ, അത് സൂചനകളാണ്. മഅനിൻ, എന്തൊക്കെയോ ആശയങ്ങൾ അതിൽ ഇരിപ്പുണ്ട്. ആ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഹാദാ ഹുവ മുറാദു മൻ ഖസ്സ റുയാഹു ബിസൂറത്തിഹിൽ മഅറൂഫത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാഴ്ചയെ, ദർശനത്തെ അറിയപ്പെട്ട അതേ രൂപത്തിലായിരിക്കണം, അത് പ്രത്യേകം അങ്ങനെ ആയിരിക്കൽ പ്രത്യേകമായിട്ട് വേണമെന്ന് പറഞ്ഞവരുടെ ഉദ്ദേശ്യം. എന്നാൽ മാത്രമേ
അത് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ലാതെ ഞാൻ കണ്ടത് മുത്തനബിനെ തന്നെയാണ്, മുത്തനബിക്ക് പറയപ്പെട്ട എല്ലാ വിശേഷണങ്ങളും മനസ്സിലാക്കി ഇങ്ങനെയാണ് മുത്തനബി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല അന്ന ഗൈറഹ, ആ യഥാർത്ഥ രൂപം അല്ലാത്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം തമസ്സുലാത്തുൽ ഫത്താൻ, ഫത്താനായ ഫിത്നയുണ്ടാക്കുന്ന അശാന്തി ഉണ്ടാക്കുന്ന പിശാച്ചിൻ്റെ വെളിപ്പെടലുകളാണ് എന്നല്ല അതിൻ്റെ വിവക്ഷ. ഫശൈത്വാൻ, പിശാച്ച് ലാ യതമസ്സലു ബിദാക്കൽ ഉൻവാൻ, ആ അഡ്രസ്സിൽ പിശാച്ച് പ്രത്യക്ഷപ്പെടൂല. അഡ്രസ്സിൽ, അഡ്രസ്സ് കൊണ്ട് നാം ഉദ്ദേശിച്ചത് അനൻ റസൂലുള്ളാ എന്ന് പറഞ്ഞു വരൂല എന്നല്ല, അന റസൂലുള്ളാ എന്ന് പറയൂല എന്നല്ല. പിശാച്ച് ഒരു പക്ഷെ അന റസൂലുള്ളാ എന്ന് പറയാം. ഷർഹു ത്വരീഖത്തുൽ മുഹമ്മദിയ അതിൽ പറഞ്ഞു കാണും, അതിൻ്റെ ഹാഷയിൽ പറഞ്ഞു കാണും, പിശാച്ച് അന റസൂലുള്ളാ എന്ന് സ്വപ്നത്തിൽ വന്ന ഒരാളോട് പറയാം. നാം അന റസൂലുള്ളാ എന്ന് പിശാച്ച് സ്വപ്നത്തിൽ പറയൂല എന്ന് പറഞ്ഞിട്ടില്ല. മൗലൂദുൽ ഹുസ്നൈനി അങ്ങനെ പറഞ്ഞിട്ടില്ല. മൗലൂദുൽ ഹുസ്നൈനി പറയുന്നത് സ്വപ്നം കാണുന്ന വ്യക്തിക്ക് ഞാൻ കാണുന്നത് മുത്തനബിനെ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. സ്വപ്നത്തിൽ ഏത് രൂപമായിക്കോട്ടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ് അഡ്രസ്സ്, അതാണ് അഡ്രസ്സ്. ആ അഡ്രസ്സിൽ ബോധ്യപ്പെടുന്നതാണ് അഡ്രസ്സ്. കേൾക്കുന്നതോ കാണുന്നതും എന്നല്ല, ബോധ്യപ്പെടുന്നതാണ് അഡ്രസ്സ്. മനസ്സിക്ക് ബോധ്യപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു അഡ്രസ്സ് ഉണ്ട്, ഞാൻ കണ്ടത് മുത്തനബിനെയാണ്. ആ അഡ്രസ്സിൽ ഒരിക്കലും അങ്ങനെ ബോധ്യപ്പെടുത്തി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആകുള്ളൂ, പിശാച്ച് അങ്ങനെ വരില്ല. ഫലൈസ ഫീ അന്ന റാഇയ ഫീഹിമ, ഈ രണ്ട് രീതിയിലും, രണ്ട് രീതിയാണ് ഇവിടെ പറഞ്ഞത്. മുത്തനബിക്ക് പറഞ്ഞിട്ടുള്ള യഥാർത്ഥ രീതി, അല്ലാത്ത രീതി. ഈ രണ്ട് രീതിയിലും കാണുന്ന വ്യക്തി ഖദ് റആഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നതിൽ ഖൗലാൻ, രണ്ടഭിപ്രായമല്ല. മുത്തനബിയെ സ്വപ്നം കണ്ടു എന്ന് ആ വ്യക്തിക്ക് പറയാം. മുത്തനബിയുടെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു, യഥാർത്ഥ രൂപത്തിൽ അല്ലാതെ കണ്ടു, ഇങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട്. യഥാർത്ഥ രൂപത്തിൽ കണ്ടവനാണ് ഷറഫ്, സ്ഥാനം, അതിനാണ് പ്രത്യേകത എന്നുള്ളത് ആരോടും പറയേണ്ടതില്ലല്ലോ. എന്നാൽ യഥാർത്ഥ രൂപത്തിലല്ലാതെ കണ്ടവനും തീരെ കാണാത്തവനേക്കാൾ പ്രത്യേകത ഉണ്ട് എന്നും പറയേണ്ടതില്ല. അതൊക്കെ സൗഭാഗ്യമാണ്. ഇപ്പോൾ ചില പുതിയ പ്രസംഗങ്ങളിലൊക്കെ ചില പ്രസംഗകരൊക്കെ പ്രവാചക ദർശനത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നതായി കാണാനിടയായി, കേൾക്കാനിടയായി. ഇപ്പോഴത്തെ ട്രെൻഡ് മുത്തനബിയുടെ സ്വപ്നം കാണൽ ട്രെൻഡായി മാറിയിട്ടുണ്ട്. നീ മുത്തനബിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം നീ എത്ര പ്രാവശ്യം കണ്ടു എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചില പരാമർശങ്ങൾ ചില പ്രഭാഷണങ്ങളിലൊക്കെ എപ്പോഴോ കേട്ടതായി ഓർക്കുന്നുണ്ട്. അതൊക്കെ അപലപനീയമാണ്. ഒരിക്കലും അങ്ങനെയൊന്നും പരാമർശിച്ചു കൂടാ. എന്തുകൊണ്ട്? സ്വപ്നദർശനം ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം. ഇപ്പോൾ കൂടിയിട്ടുണ്ടോ? നേരത്തെ തീരെ ഇല്ലായിരുന്നോ? അതല്ല സത്യം. മുഅ്മിനീങ്ങളും മുഹിബ്ബീങ്ങളും പണ്ടേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്നവരാണ്. അതുകൊണ്ടാണല്ലോ അടുത്ത കാലത്ത് ഒരു 50 വർഷം കഴിഞ്ഞു പോയ, പഴയ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് 51 വയസ്സായി, 50 വർഷം മുമ്പ് മരിച്ചു പോയ ആളുകൾ എഴുതി വെച്ച കിതാബിൽ മുത്തനബിയെ എല്ലാ ദിവസവും സ്വപ്നം കാണുന്നതും പലപ്പോഴും സ്വപ്നം കാണുന്നതും ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ? അതൊക്കെ മുഹിബ്ബീങ്ങളാണ്. മുഅ്മിനായതുകൊണ്ട് കാണൂല, ആലിമായതുകൊണ്ടും കാണൂല. ആരാ കാണുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയാം. മുത്തനബിയെ കാണാനുള്ള വഴി എന്താണ്? ആരാണ് മുത്തനബിയെ കൂടുതൽ കാണുക? മുഹിബ്ബീങ്ങൾ. മഹബത്താ കാര്യമായിട്ട് വേണ്ടത്, ഇഷ്കും മഹബത്തുമാണ് വേണ്ടത്. അപ്പോൾ ഇഷ്കും മഹബത്തും ഉള്ള ആളുകൾ, സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവരും മദ്ഹ് കൂടുതൽ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ പണ്ടേ സ്വപ്നം കാണുന്നതായിട്ട് കിതാബിലൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ എന്താണ് ഇപ്പോൾ കൂടുതൽ കാണപ്പെടുന്നു എന്നൊരു തോന്നൽ നമുക്ക് വരാൻ കാരണം, ഇപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളും പരസ്പരം സുഹൃത്തുക്കൾ നവമാധ്യമങ്ങളിലൂടെ കൈമാറുന്നുണ്ട്. പണ്ട് ഈ വാട്സപ്പും ഫോണൊന്നുമില്ല. വാട്സപ്പും ഫോണൊക്കെ ഇപ്പോൾ അടുത്ത് വന്നതല്ലേ. മൊബൈല് തന്നെ സങ്കല്പം തന്നെ ഇവിടെ അടുത്ത് വന്നതല്ലേ. പഴയ കാലത്ത് അതില്ലല്ലോ. ഇപ്പോൾ ഒരാൾ മുത്തനബിൻ്റെ സ്വപ്നം കണ്ടാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോട് അത് പങ്കുവെക്കും.
അവർ രണ്ടുപേരും ഒരു സ്വലാത്ത് ഗ്രൂപ്പിലോ അങ്ങനെ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരു മൗലിദ് പതിവായി ചൊല്ലുന്ന പതിവോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊരാൾ സ്വപ്നം കണ്ടാൽ മറ്റാളോട് പറയും, അദ്ദേഹത്തിന് പ്രചോദനമാകാൻ വേണ്ടി പറയൂ. പറയണോ പറയണ്ടേ നമുക്ക് പിന്നെ സംസാരിക്കാം. പറയുന്നത് തെറ്റൊന്നല്ല, പറയൂ. അങ്ങനെയാണ് ഇത് കൂടുതലായി ഇപ്പോൾ കാണുന്നത്, അറിയപ്പെടാൻ കാരണം. എന്നല്ലാതെ ഇപ്പോൾ കൂടുതൽ കണ്ടു ജനങ്ങൾ വെറുതെ പറയാണ് എന്ന് പറയുന്നത് ശരിയല്ല. വെറുതെ പറയാകൂല. വെറുതെ പറയുന്നവരും ഉണ്ടാവാം. പക്ഷെ ഒരു മുഅ്മിൻ ആ മനുഷ്യനെ കുറിച്ച് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മഖ്അദഹു മിനന്നാർ എന്ന് മുത്തനബി പറഞ്ഞതല്ലേ. ആ ഹദീസ് പ്രബലമാണ്. ആ ഹദീസ് നിസ്തർക്കം പ്രബലമായ ഹദീസാണ്. ഏത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ, മനഃപൂർവ്വം എന്നെ കുറിച്ച് ഒരാൾ കളവ് പറഞ്ഞാൽ ഫല്യതബവ്വഅ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവൻ നരകത്തിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നാണ് മുത്തനബി പറഞ്ഞത്. അപ്പോൾ മുത്തനബിയെക്കുറിച്ച് ഒരു മുഅ്മിന് കളവ് പറയാൻ ധൈര്യപ്പെടൂല. ആരെങ്കിലും അവനെ കളവ് പറഞ്ഞിട്ടുണ്ടെന്ന് സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത നാം ഒരു മുഅ്മിനെ കുറിച്ച് നാം വിചാരിക്കരുത്. ആ മുഅ്മിന്, ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ അടുത്ത് അങ്ങനെയാണ്, നമുക്കത് അറിയൂലല്ലോ. ഒന്ന്. രണ്ട്, നാം ജീവിക്കുന്ന കാലഘട്ടം ആഖിറുസ്സമാനാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസില്ലേ, ആഖിറുസ്സമാനിൽ സ്വഹാബത്തിനോട് മുത്തനബി പറയാണ്. നാം പലപ്പോഴായി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആഖിറുസ്സമാനിൽ കുറച്ച് ആളുകൾ വരാനുണ്ട്, നിങ്ങളെക്കാൾ ഇഷ്ടം എനിക്ക് അവരോടാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബി ആരായിരിക്കും അത്? ഞങ്ങളെക്കാൾ ഇഷ്ടം നിങ്ങൾക്ക് അവരോടാണെങ്കിൽ അവരാരായിരിക്കും? നബി പറഞ്ഞാൽ എന്താ? അവരെൻ്റെ മുഹിബ്ബീങ്ങൾ, എന്നെ ഇഷ്ടപ്പെടുന്നവർ. നിങ്ങൾ എൻ്റെ സൗന്ദര്യവും എൻ്റെ സ്വഭാവവും എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയവരാണ്. നിങ്ങൾ എന്നെ മഹബത്ത് വെക്കുന്നതിൽ അത്ഭുതമല്ല. എന്നെ കേട്ട് എന്നെ കാണുകയോ ഒന്നുമില്ല. അവർ ആഖിറു സമാനില്ല, എത്രയോ അകലെയാണ് എന്നിൽ നിന്ന് വരുന്നത്. അവർ എന്നെ വല്ലാതെ മഹബത്ത് വെക്കുന്നു. അവർക്ക് അവരുടെ കുടുംബസമേതം എന്നെ കാണൽ വലിയ ഇഷ്ടമാണ്. അവർക്കെല്ലാവർക്കും എന്നെ കാണാൻ വലിയ ഇഷ്ടമുണ്ട്. അതിന് അവർ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോടാണ് നിങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള മുഹിബ്ബീങ്ങൾ ഈ കാലത്ത് ഉണ്ടാവുന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ മുഹിബ്ബീങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കും. അവർ മുത്തനബിയുടെ മൗലിദുകൾ, ബുർദത്തു ഷരീഫത്ത്, മങ്കൂസ്, ഷറഫുൽ അനാമ്, മൗലിദുൽ ഹുസ്നൈനി, ഇങ്ങനെയുള്ള മൗലിദുകളൊക്കെ അവർ മഹബത്തിൽ ചൊല്ലും, പാരായണം ചെയ്യും. അവർക്ക് എത്രത്തോളം അതിൽ നിഷ്കളങ്കതയും മനസ്സാന്നിധ്യവും ഉണ്ടോ അതിനനുസരിച്ച് അവർ ആ മുഹിബ്ബീങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചവരാവും. അതാണ് സത്യം. എന്നല്ലാതെ ഇവരെല്ലാം വെറുതെ കളവ് പറയാണ്, വിളിച്ചു പറയാണ് എന്ന് ഒരിക്കലും അവരെക്കുറിച്ച് വിചാരിച്ചുകൂടാ. പിന്നെ ചില ആളുകളുണ്ട്, ചില സാധുക്കളായ സഹോദരിമാർ, അവർ ഉണർവിൽ അങ്ങോട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു എന്നാണ് പറയുന്നത്. സ്വപ്നത്തിൽ കണ്ടിട്ടില്ല, ആദ്യം തന്നെ കാണുന്നത് മുത്തനബിനെ ഉണർവിൽ കണ്ടു എന്നാണ്. ഒരു കുട്ടി പറയുന്നതായി കേട്ടു, എൻ്റെ ഉമ്മാൻ്റെ അടുത്തും വല്യുമ്മാൻ്റെ അടുത്തും മുത്തനബി എത്രയോ പ്രാവശ്യം ഉണർവിൽ വന്നുകൊണ്ട് ഇനിയും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും മുത്തനബി അല്ല, സ്വപ്നത്തിൽ തീരെ കണ്ടിട്ടുമില്ല. മുത്തനബി എന്താ പറഞ്ഞത്? മർആനി ഫിൽ മനാമി ഫസയറാനി യഖലതൻ. വല്ലവനും എന്നെ സ്വപ്നത്തിൽ ഒന്ന് കണ്ടാൽ പിന്നീട് അവൻ എന്നെ ഉണർവിൽ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉണർവിൽ കാണുക എന്നുള്ള ഭാഗ്യം കിട്ടാൻ, ഉണർവിൽ സാക്ഷാൽ കാഴ്ച ഞാൻ പറയുന്നത്. ഉണർവിൽ കാണലിനും സ്വപ്നം കാണുന്നതിനൊക്കെ കുറേ ഡോസുകളുണ്ട്, അതിന് പറയും ഇൻഷാ അല്ലാഹ്. ഉണർവിൽ കണ്ടു എന്ന് പറയണമെങ്കിൽ സ്വപ്നത്തിൽ ഒരിക്കൽ കണ്ടാൽ അതൊരു തുടക്കമാണ്, അതിൻ്റെ ശേഷമാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
സാക്ഷാൽ ഉണർവിൽ കാഴ്ച, ദർശനം സ്വപ്നത്തിലൊക്കെ കണ്ടതിന് ശേഷമാണ് ഉണ്ടാവുക. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പല അനുഭവങ്ങളുള്ള ആലിമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ കണ്ടതിന് ശേഷമാണത്. പിന്നെ ചിലർക്ക് ഒരു ചിലപ്പോൾ വലിയ മഹബത്തും മൗലിദും സ്വലാത്തും ആയിട്ട് കൂടുന്ന ആളുകൾ മുത്തനബിനെ ഉണർവിൽ കണ്ടു എന്ന് പറയാൻ സാധ്യതയുണ്ട്. അവിടെ കളവ് പറയല്ലെങ്കിൽ, പിശാച് പ്രത്യക്ഷപ്പെട്ടതും അല്ലെങ്കിൽ, കളവ് പറയാനുള്ള സാധ്യത ഇപ്പം നമ്മൾ പറയണ്ട. ഒറ്റപ്പെട്ട ആൾ കളവ് പറഞ്ഞതായിട്ടും ചില ആൾ കളവ് പറഞ്ഞതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. തീരെ കളവ് പറയൂല എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാത്തിനെ കുറിച്ചും കളവാ പറയുന്നത്, തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഒരാൾ കളവ് പറഞ്ഞതുകൊണ്ട് എല്ലാറ്റിനെ കുറിച്ചും കളവ് പറഞ്ഞത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ കളവ് പറയുന്നത് ആരാ? പിശാചിനെ സേവിക്കുന്നവർ, പിശാച് കൂടെ കൂടി കൊണ്ടെടുക്കുന്ന ആളുകൾ, അവരാണ് ഈ കളവ് പറയുന്നത്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ അധികം സഹോദരിമാരങ്ങനെ ഉണർവിൽ കണ്ടു എന്ന് പറയുന്നത് സഹോദരിമാരാണ്. അത് അവിടെയുള്ള സാധ്യതകൾ ഒരു പക്ഷേ ആ കാണുന്നത് പിശാച്ചായിരിക്കും. പിശാച്ച് ഉണർവിൽ വരും. അത് ഞാൻ പറയാം, അടുത്ത ഇൻഷാ അല്ലാഹ് അത് പറയാനുണ്ട്. പിശാച്ച് ഉണർവിൽ വരും. രണ്ടാമത്തെ സാധ്യത, ഒരു പക്ഷേ മൗലിദ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, വലിയ മഹബത്തിൽ മുത്തനബിനെ മനസ്സിലിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിൻ്റെ മനസ്സ് ചിലപ്പോൾ അങ്ങോട്ട് മുത്തനബിൽ ലയിച്ചു. നല്ല മഹബത്തുള്ള ആൾക്ക് മനസ്സ് ലയിച്ചു പോകുമ്പോൾ ആ രൂപം, മുത്തനബിൻ്റെ രൂപം മുന്നിൽ രൂപപ്പെടുകയും ചെയ്യും. സ്വപ്നം കാണുകയല്ല, അത് ഉണർവിൽ കാണുകയല്ല. അത് നമ്മളെ സങ്കല്പത്തിലൊരു കാഴ്ച ഉണ്ട്. ആ കാഴ്ചയാണ് അത്. തീരെ സ്ഥാനമില്ലാത്ത കാഴ്ചയൊന്നുമല്ല. പക്ഷെ അതിന് ഉണർവിൽ കണ്ടു എന്ന് അതിന് പറയാൻ വേണ്ടി പക്വത ഇതില്ല, പവർ അതിനില്ല. അത് നമ്മളെ സങ്കല്പത്തിലുള്ള ബുദ്ധി കൊണ്ടുള്ള ഒരു കാഴ്ചയാണ്. നേരെ ഞാൻ എൻ്റെ കൺമുമ്പിലാണ് കാണുന്നത് തോന്നിപ്പോവും. നല്ല മഹബത്തുള്ള ആളുകൾക്കാണ് അത് സംഭവിക്കുക. നല്ല മഹബത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ മദീനയിലെ ആ പച്ച കുബ്ബ അങ്ങനെ സങ്കല്പിച്ചില്ലാണെങ്കിൽ മദീനയിൽ എത്തി തോന്നും. ഇനി വേറെ ആൾക്കാരെ വിളിച്ചാളൊന്നും ചിലപ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധ ഉണ്ടാവില്ല. ഇവിടെ എന്ത് നടന്നാലും അറിയില്ല. അപ്പോൾ ആ കുബ്ബൻ്റെ അടുത്താന്ന് തോന്നിപ്പോവും. മദീനത്തെ ആ കുബ്ബയൊക്കെ ഇങ്ങനെ പച്ചയിൽ കാണുന്നത് പോലെ തോന്നിപ്പോവും. എന്നതുപോലെ മഹബത്ത് ഇങ്ങനെ മുത്തനബിയോട് കൊണ്ടെടുക്കുന്ന ആളുകൾ ഒന്നും കൂടെ മുത്തനബിനെ മനസ്സിൽ കൊണ്ടുവന്ന് നല്ലൊരു കാര്യം സ്വലാത്തോ മൗലിദോ ചൊല്ലുമ്പോൾ പെട്ടെന്ന് മുന്നിൽ മുത്തനബിനെ കാണുന്നത് പോലെ തോന്നും. ഒരു രൂപം തന്നെ, മുത്തനബിൻ്റെ രൂപം തന്നെ നിലനിൽക്കൂല. അത് കൂടുതൽ സമയം നിലനിൽക്കൂല. അങ്ങനെ തോന്നും. അത് മുത്തനബിയെ ഉണർവിൽ കണ്ടു എന്നതിന് പറയാൻ പറ്റൂല. അത് സങ്കല്പത്തിലുള്ള കാഴ്ച എന്നാണ്. ആ കാഴ്ചനെ കുറിച്ച് ഹുസ്നൈനിയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷാത് ദർശനമാവണമെങ്കിൽ അത് ഒരു പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടവരാണ് ആ കാഴ്ച കാണുക. പിന്നെ പവർ കൂടിയ കാഴ്ച ഉണ്ട്. ആ പവർ കൂടിയ കാഴ്ച കാണണമെങ്കിൽ അത് വിലായത്തിൻ്റെ ആളുകാർക്കേ സാധിക്കും. അത് കുത്തുബൊക്കെ ആകാൻ പോകുന്ന ആളുകൾ, ആകാൻ പോകുന്ന ആളുകൾ, അവർക്ക് ആ കാഴ്ച കാണാൻ സാധിക്കും. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ മുത്തുനബിൻ്റെ നൂറ് മുഹമ്മദി ഉണർവിൽ കാണുന്നവരുണ്ട്, സ്വപ്നത്തിൽ കാണുന്നവരും ഉണ്ട്. അങ്ങനൊക്കെ പല ദർശനങ്ങളും ഉണ്ട്. ഈ സഹോദരിമാർ പറയുന്ന കാഴ്ച അധികവും പിശാച്ചിൻ്റെ ഉണർവിൽ കണ്ടു എന്ന് പറയുന്നത് അത് പിശാച്ചിൻ്റെ വെളിപ്പെടലാണ്. പിശാച്ച് ഉണർവിൽ വരുമോ അത് നമുക്ക് പറയാം, അടുത്തന്നെ പറയാം. ولكن اتفقوا على عدم إثبات الرؤيا حكما شرعيا لعدم ضبط الوسنان وعلى ندب امتثال أمر منه ونهي وإرشاد تقرر أصلها العام بلا تعيين فرد بان فليس فيها تغيير شرع مبان. സ്വപ്നത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഒരാൾ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ പറഞ്ഞു നാളെ റമദാനാണ്, നോമ്പ് പിടിച്ചോ എന്ന്. എന്നാ നോമ്പ് പിടിക്കാൻ പറ്റുമോ? അത് പറ്റൂല എന്ന്. എന്താ? അതുപോലെ മറ്റൊരാളോട് പറഞ്ഞു നീ ഇനി നിസ്കരിക്കണ്ട, എനിക്ക് നിസ്കാരം നിർബന്ധമില്ല, എനിക്ക് ആ നിസ്കാരം ഒഴിവാക്കാൻ സമ്മതം തന്നു എന്ന് സ്വപ്നത്തിൽ പറഞ്ഞു. എന്നാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല. നിനക്ക് കള്ള് കുടിക്കാൻ ഞാൻ അനുവാദം തന്നു എന്ന് സ്വപ്നത്തിൽ പറഞ്ഞു. എന്നാൽ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ്?
അത് കാണപ്പെട്ട രൂപം മുത്തനബിനെ തന്നെയാണ് ഹദീസ് പറഞ്ഞു. അത് ശൈത്താൻ അങ്ങ് കോലത്തിൽ വരൂല. പക്ഷേ കേൾക്കുന്നത്, ഓർമ്മയിൽ വരുന്നതും കേൾക്കുന്നതൊക്കെ അത് മുത്തനബി പറഞ്ഞത് തന്നെ ആവണമെന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ഉറങ്ങുന്ന മനുഷ്യന് അത്ര മാത്രമേ ബോധ്യ മനസ്സുണ്ടാവുള്ളൂ. ഉറങ്ങുന്ന മനുഷ്യൻ സ്വപ്നത്തിൽ മുത്തനബിനെ കണ്ടു, കാഴ്ച റെഡി. പക്ഷെ ആ സ്വപ്നത്തിൻ്റെ തൊട്ട് മുമ്പ്, മുത്തനബിനെ കാണുന്നതിന് തൊട്ട് മുമ്പ് ആരോ പറഞ്ഞതോ, കണ്ട ഉടനെ ആരോ പറഞ്ഞതോ, പിശാച്ച് വന്ന് പറഞ്ഞത്, അത് ഉണർന്നതിൻ്റെ ശേഷം അതിലേക്ക് കൂട്ടി വായിക്കും. ഇവിടെ മുത്തനബി പറഞ്ഞു ഇങ്ങനെ, മുത്തനബി പറഞ്ഞതല്ല. പിശാച്ച് ചിലപ്പോൾ കണ്ടുകൊണ്ടും പറയും. പിശാച്ച് സ്വപ്നത്തിൽ രൂപപ്പെടാതെ സ്വപ്നത്തിൽ ഇങ്ങനെ തോന്നിപ്പിച്ച് തരും ചെയ്യും മനസ്സിൽ. അപ്പോൾ ഈ ഉണർവിൻ്റെ തോന്നിപ്പോകുന്നത് എന്നോട് മുത്തനബിയെ പറഞ്ഞു തോന്നിപ്പോൾ അത് തോന്നലാണ്, മുത്തനബി പറഞ്ഞതാവൂല. അതുകൊണ്ടാണ് ശറഇന്റെ നിയമങ്ങൾ മാറ്റിമറിക്കാൻ, അത് വ്യത്യാസപ്പെടുത്താൻ ഒരിക്കലും സ്വപ്നം പറ്റൂല എന്ന് പറയാൻ. നമ്മളെപ്പോലത്തെ ആളുകളുടെ സ്വപ്നം പറ്റൂല. മാറ്റിമറിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിയമങ്ങളൊക്കെ എല്ലാം സ്ഥിരപ്പെട്ടതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലത്തെ അമ്പിയാക്കന്മാരുടെ സ്വപ്നം, അത് നീന്റെ നിയമം പറയാൻ തന്നെ അവരുടെ സ്വപ്നം മതിയാവും. നമ്മുടെ സ്വപ്നം അതിന് പറ്റില്ല. അതാ പറയുന്നത് വലാക്കിൻ ഇത്തഫഖു, രണ്ട് രൂപത്തിൽ കണ്ടാലും, യഥാർത്ഥ രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും മുത്തനബി തന്നെ. അത് വിചാരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ വന്നു കണ്ട്, അല്ലെങ്കിൽ അതല്ലാത്ത രൂപത്തിൽ വന്നിട്ട് വേണ്ടാത്ത എന്തോ പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. നൂറുദ്ദീൻ സമൂദി ഈ കിതാബ് എഴുതാൻ കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു മനുഷ്യന് പല വാദങ്ങളും വാദിച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് യഥാർത്ഥ ശറഇന്റെ നിയമത്തിനെതിരായതൊക്കെ പറഞ്ഞു. എനിക്കതൊക്കെ പറ്റും, അങ്ങനെ എങ്ങനെയെന്ന് പല വേണ്ടാത്ത വാദങ്ങൾ അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തെ ഗണ്ണിക്കാൻ വേണ്ടി, എതിർക്കാൻ വേണ്ടിയാണ് ആ കിതാബ് നൂറുദ്ദീൻ സമൂദി എഴുതിയത്. അത് എഴുതിയപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓവറായി പോയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസ്താവനകൾ ഉദ്ധരിച്ചപ്പോൾ ആ പ്രസ്താവന വളച്ചൊടിക്കാനൊക്കെ, അതിന് വ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി, യഥാർത്ഥ വ്യാഖ്യാനം അല്ലാത്ത വ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനം ശരിയായിട്ടില്ല. അത് തഹഖീഖിനെതിരാണ്, അത് യഥാർത്ഥ റൂട്ടിനെതിരായിട്ടാണ് അതിൽ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. ഇമാം നവവി റഹിമഹുല്ലയുടെ സംസാരത്തിൽ പറഞ്ഞത്, പ്രസ്താവനയിൽ പറഞ്ഞത് എന്താണെന്ന് ഇമാം മുനാവി ഫൈദുൽ ഖദീറിൽ, എല്ലാവർക്കും തിരിയാവുന്നത് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു വ്യാഖ്യാനം ഫൈദുൽ ഖദീറിൽ ഇമാം മുനാവി പറഞ്ഞിട്ടുണ്ട്. അത്രേ വ്യാഖ്യാനിക്കാവൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആരും വ്യാഖ്യാനിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതൊരിക്കലും ബുദ്ധിക്ക് യോജിച്ചതല്ല. വലാകിൻ ഇത്തഫഖു അലാ അദമി ഇസ്ബാത്തി റുയ, സ്വപ്നം സ്ഥിരപ്പെടുത്തുകയില്ല എന്ന് പണ്ഡിതന്മാർക്ക് ഏകോപനമുണ്ട്. ഹുക്മൻ ശർഇയ്യൻ, ഒരു മതവിധിയെ സ്വപ്നം, ഇല്ലാത്തൊരു മതവിധിയെ സ്വപ്നം പുനർസ്ഥാപിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർക്ക് ഏകോപനമുണ്ട്. ലി അദമി ലബ്തിൽ വസ്നാൻ, ഉറങ്ങുന്ന വസ്നാൻ എന്ന് പറഞ്ഞാൽ തൂക്കി ഉറങ്ങുന്ന ആൾക്കാ പറയാം. അത് നല്ല ഗാഢമായ ഉറക്കം ഉറങ്ങുന്ന ആൾ സ്വപ്നം കാണൂല. സ്വപ്നം കാണുന്നത് ഉറക്കൽ കുറച്ച് ലഘുവത ഉള്ള ആളാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ അതാ തൂക്കിയുറക്കം എന്ന് പറയാൻ കാരണം. മൗലൂദ് ഹുസ്നൈനിൽ വസ്നാൻ എന്ന് പറഞ്ഞത് അവസാനം അലിഫുനൂൻ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല. തൂക്കിയുറക്ക് ഉറങ്ങുന്ന വ്യക്തി, ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ ക്ലിപ്തപ്പെടുത്താൻ സാധിക്കൂല, ഓർമ്മശക്തിയെ ഒരിക്കലും ക്ലിപ്തപ്പെടുത്താൻ സാധിക്കൂല, അതിനെ ക്രമീകരിക്കാൻ സാധിക്കൂല, എന്താണ് കണ്ടത് എന്താ പറഞ്ഞത് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കൂല. വഅലാ നദ്ബി ഇംതിസാലി അംദിൻ മിൻഹു വനഹിയിൻ വഇർഷാദിൻ തഖററ അസ്ലുഹൽ ആമു ബിലാ തഈനി ഫർദിൻ ബാൻ. അതുപോലെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ശർഹ് മുസ്ലിമിൽ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ്, മർആനി ഫിൽ മനാമി എന്ന് പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയാ, ഇമാം നവവി പറഞ്ഞത് അത് അലാ നദ്ബി ഇംതിസാലി അംദിൻ മിൻഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചു, അത് നല്ല കാര്യമാണ്. വനഹിയിൻ, ഒരു കാര്യം നിരോധിച്ചു, ചെയ്യരുത് എന്ന് പറഞ്ഞു. മോനെ, നീ ഒരിക്കലും തലമറക്കാതെ
അങ്ങാടിയിലൂടെ നടക്കരുത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിൻ്റെ ഒരു മുഹിബിനോട് പറഞ്ഞു. അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ തല മറക്കാതെ ഇറങ്ങരുത് എന്ന് പറഞ്ഞു. അവന് തല മറക്കാതൊക്കെ അങ്ങാടിക്ക് പോവാറുണ്ട്. എന്നാൽ ആ ഒരു കാര്യം ചെയ്യൽ അത്യാവശ്യമാണ്, സുന്നത്താണ് എന്ന് ഇമാം നവവി പറഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ സുന്നത്തല്ലേ, അല്ലെങ്കിൽ തന്നെ സുന്നത്താണ്, നല്ല കാര്യമാണ്, സ്ഥിരപ്പെട്ടതാണ്. ഇനി ചിലത് അത്ര അത്യാവശ്യം ഇല്ലാത്തതും ഉണ്ടാവും. ഉദാഹരണമായിട്ട് മുത്തനബിൻ്റെ ഒരു മുഹിബ്, അദ്ദേഹം എപ്പോഴും ബിസിനസ് നടത്തുന്ന ആളാണ്. ആ ബിസിനസ് നടത്തുന്നത് എഴുതി വെക്കൽ നല്ല കാര്യമാണ്. അത് സുന്നത്ത് എന്ന് പറഞ്ഞുകൂടാ, അത് സുന്നത്തൊന്നല്ല, നല്ല കാര്യമാണ്. എഴുതി വെച്ചാൽ വെക്കുന്നത് നിർബന്ധമല്ല, സുന്നത്തുമല്ല, നല്ല കാര്യം. മറന്നു പോവാതിരിക്കാനും പിന്നീട് പ്രശ്നങ്ങളില്ലാതിരിക്കാനും മുത്തനബി പറഞ്ഞു അദ്ദേഹത്തോട്, മോനെ നീ നടത്തുന്ന ബിസിനസ്സുകളൊക്കെ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ സ്വപ്നത്തിൽ അങ്ങനെ കണ്ടത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. എണീറ്റ് കഴിഞ്ഞാൽ ഇതുവരെ അദ്ദേഹത്തിന് അത് സുന്നത്തില്ലായിരുന്നു. ഇനി ആ റസൂലുള്ള പറഞ്ഞത് പാലിക്കൽ, സ്വപ്നത്തിലാണെങ്കിലും പറഞ്ഞത് പാലിക്കൽ അദ്ദേഹത്തിന് ഒരു മര്യാദയായി, അതൊരു സുന്നത്തായി എന്നാണ് ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞത്. വനഹീൻ, നബി തങ്ങൾ നിരോധിച്ചത് അത് നിരോധനത്തിന് വഴിപ്പെടുക. ഇർഷാദിൻ, ഇർഷാദാണ് ഞാൻ പറഞ്ഞ നിർദ്ദേശം, അത് എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുക, അതിന് വഴിപ്പെടൽ സുന്നത്താണ് എന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്ര്, കൽപ്പന എന്ന് പറഞ്ഞതിന് ഉദാഹരണം, ളുഹുർ നിസ്കാരത്തിൻ്റെ മുമ്പ് ബാങ്ക് കൊടുത്ത് ളുഹുർ നിസ്കാരത്തിൻ്റെ മുമ്പ് ളുഹുറിൻ്റെ 4 റക്അത്ത് സുന്നത്തുണ്ട്. അതിൻ്റെ പുറമെ നീ എല്ലാ ദിവസവും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം എന്ന് ഒരാളോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ പറഞ്ഞു. അത് ചെയ്യണോ ചെയ്യണ്ടേ? അത് ചെയ്യൽ സുന്നത്തുണ്ടോ ഇല്ലേ? അതാ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞത്. ളുഹുർ നിസ്കാരത്തിൻ്റെ മുമ്പ്, ഉദാഹരണം പറയാണ്, ളുഹുർ നിസ്കാരത്തിൻ്റെ മുമ്പ് സാധാരണ 4 റക്അത്തിൻ്റെ പുറമെ നീ 2 റക്അത്ത്, ളുഹുറിൻ്റെ സുന്നത്തൊന്നല്ല, 2 റക്അത്ത് നീ നിസ്കരിച്ചോളണം. അതിൽ നിനക്ക് പ്രത്യേകത ഉണ്ട്, നീ നിസ്കരിച്ചോളണം, നിനക്കുള്ളൊരു പ്രത്യേകതയാണ്, അതിൽ നിനക്ക് ചിലത് കിട്ടാണ്ട് എന്നർത്ഥം. അപ്പോൾ സ്വപ്നത്തിൽ ആ പറഞ്ഞ കാര്യത്തിന് സ്വപ്നത്തിൽ എണീച്ചതിന് ശേഷം എല്ലാ ദിവസവും ളുഹുറിൻ്റെ മുമ്പായിട്ട് 2 റക്അത്ത് സാധാരണ റവാത്തിബിൻ്റെ പുറമെ, റവാത്തിബായിട്ടല്ലെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അതാ ഇമാം നവവി തങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട്? ആ ഒരു കാര്യം നിസ്കരിക്കുക എന്ന് പറഞ്ഞ സംഗതി പൊതുവേ ശറയിൽ സ്ഥിരപ്പെട്ടതാണ്. നിസ്കരിക്കൽ സുന്നത്താണ്. പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ലാത്ത സന്ദർഭമുണ്ട്. ആ അല്ലാത്ത സന്ദർഭങ്ങൾ, ചില സ്ഥലങ്ങളിൽ വെച്ചും ചില സമയങ്ങളിൽ വെച്ചും നിസ്കരിക്കാൻ പാടില്ലാത്തതുണ്ട്, ഹറാമുണ്ട്. ആ സന്ദർഭം അല്ലാത്തപ്പോഴെല്ലാം നിസ്കരിക്കൽ സുന്നത്താണ്. ഇന്ന ഇത്ര റക്അത്ത് ഇന്ന ടൈം എന്നൊന്നുമില്ല. പക്ഷെ മുത്തനബി ഇത്ര റക്അത്ത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന സമയം എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തനബി ആ പറഞ്ഞ ടൈമിൽ, ആ പറഞ്ഞ സമയത്ത് അത് നിർവഹിക്കൽ സുന്നത്താണ്. അല്ലെങ്കിൽ മുത്തനബി പറഞ്ഞു, നിൻ്റെ നാട്ടിലുള്ള ഫാത്തിമ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട സഹോദരിക്ക് നീ 1000 രൂപ സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വതക്ക ചെയ്യൽ പൊതുവേ സുന്നത്തുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം, തെറ്റായ നല്ല കാര്യമാണ്. പക്ഷെ ഫാത്തിമക്ക് തന്നെ 1000 രൂപ കൊണ്ടേ കൊടുക്കൽ അത് പ്രത്യേക സുന്നത്താണ്. മുത്തനബി സ്വപ്നത്തിൽ ഇഷാറത്താക്കിയ ആളാണല്ലോ. ആ ഫാത്തിമക്ക് തന്നെ ആ 10000 രൂപ കൊണ്ടുപോയി കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നാണ് ഇമാം നവവി പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ചിലർക്ക് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. തഖററ അസ്ലുഹൽ ആം, ഈ പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പന, നിരോധനം, അതുപോലെ നിർദ്ദേശം, ഇവയുടെ ഒക്കെ പൊതുവേ ഉള്ള അടിസ്ഥാനം സ്ഥിരപ്പെട്ടതാ. അടിസ്ഥാനപരമായി മൗലികമായി അതിൻ്റെ നിയമം സ്ഥിരപ്പെട്ടതാണ്. അത് സുന്നത്താണോ, നിർബന്ധമാണോ, ഹറാമാണോ, കറാഹത്താണോ, ഹലാലാണോ, സ്ഥിരപ്പെട്ടതാണ്. എങ്കിൽ പിന്നെ അതിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ആ മുത്തനബി പറഞ്ഞത് ഇതിനോട് എതിരില്ലല്ലോ. എതിരില്ലാതിരിക്കുമ്പോൾ മുത്തനബി ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ബിലാ തഅയീനി ഫർദിൻ ബാൻ, വ്യക്തമായി ഒരു വ്യക്തിയെ നിർണയിക്കാതെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തമായി ഒരു സംഭവത്തെ നിർണയിക്കാതെയാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അത് സ്വപ്നത്തിലൂടെ ഒരു സംഭവത്തെ നിർണയിച്ചു തന്നു. ളുഹുറിൻ്റെ മുമ്പ് 2 റക്അത്ത്, അല്ലെങ്കിൽ ഫാത്തിമ, അല്ലെങ്കിൽ അലവി, ഇങ്ങനെ നിർണയിച്ചു തന്നു. ആ നിർണയിച്ച് തന്നാൽ പിന്നെ അതിന് വഴിപ്പെടൽ സുന്നത്താണ്. കാരണം ഫലൈസ ഫിഹാ തഗയ്യുറു ശർഈൻ മുബാൻ,
വ്യക്തമായ ഒരു മതവിധിയെ ഈ പറഞ്ഞതിലൊന്നും മാറ്റം വരുത്തൽ സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കാണാൻ പറ്റുമോ? പിശാച് ഉണർവിൽ മുത്തനബിയുടെ രൂപം സ്വീകരിക്കുമോ എന്നുള്ള ചർച്ചയാണ് ഇനി പറയാനുള്ളത്. പക്ഷെ അത് വലിയൊരു ചർച്ചയാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ആ പറഞ്ഞാൽ പൂർത്തിയാക്കാൻ സാധിക്കില്ല, സംസാരം നീണ്ടുപോകും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിവരിക്കാം. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.